ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കൃപയുടെ മണിക്കൂറാണ്. ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കുവാനും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും കൂടുതൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും സഭാപിതാക്കന്മാരുടെ വാക്കുകളിലൂടെ സഭയുടെ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് ഈ ദിനങ്ങളിൽ ഈ ഒരു വിഷയം നമ്മെ കൂടുതലായി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും കഴിഞ്ഞ 3 ദിനങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് വലിയ കൃപയോടെ ഈ ശുശ്രൂഷകളെല്ലാം കരം പിടിച്ച് നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലരും എന്നെ വിളിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും ഞങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ പുതിയ ബോധ്യങ്ങൾക്കും അറിവുകൾക്കെല്ലാം ഒത്തിരിയേറെ നന്ദിയുണ്ടെന്ന് അനേകരെ സ്നേഹത്തോടെ വിളിച്ചറിയിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കൃപയുടെ സമയമാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും അധികം അവഗണിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും വേണ്ടത്ര പ്രാധാന്യം നൽകാതെ പലപ്പോഴും ശുദ്ധീകരണ ആത്മാക്കളും ശുദ്ധീകരണ സ്ഥലവും ഇന്ന് ഒരുപാട് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. കാരണം പിശാചിനറിയാം സഹന സഭയിലെ നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കൾ, നമ്മുടെ ആ സഹോദരി സഹോദരങ്ങളുടെ നിത്യ സൗഭാഗ്യത്തിനു വേണ്ടി, സ്വർഗരാജ്യ പ്രവേശനത്തിനു വേണ്ടി സമരസഭയിലായിരിക്കുന്ന ഞാനും നിങ്ങളും വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പരിത്യാഗത്തിൻ്റെയും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ സഹനങ്ങൾ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിൻ്റെ പാപപരിഹാര ബലിയോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോഴെല്ലാം അനേകം ശുദ്ധീകരണ ആത്മാക്കള് ദൈവത്തിൻ്റെ മഹാകരുണയാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. ശുദ്ധീകരണ സ്ഥലം ഒരു കെട്ടുകഥയല്ല, അത് വലിയ യാഥാർത്ഥ്യമാണ്. സഭയുടെ ഒരു വലിയ വിശ്വാസ സത്യമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവ് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചും നമ്മുടെ തെറ്റായ ബോധ്യങ്ങള്, നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില തെറ്റായ ആശയങ്ങള്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞതകൾ, അജ്ഞാനങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നീക്കം ചെയ്ത് ശരിയായ ബോധ്യത്തിലേക്കും ആഴമേറിയ അറിവിലേക്കും നമ്മെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാം വചനമാണ്. അവിടെ പൗലോസ്ലീഹ പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ രാപ്പകൽ ഞങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വചനം ഒന്ന് ശ്രദ്ധിച്ച്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്താൻ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ രാപ്പകൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾക്ക്, സ്നേഹത്തോടു കൂടിയുള്ള പരിത്യാഗ പ്രവർത്തികൾക്ക്, നമ്മുടെ സഹനങ്ങൾക്ക്, ത്യാഗങ്ങൾക്ക്, പ്രായശ്ചിത്തങ്ങൾക്ക് കുറവുകൾ നികത്തുവാൻ വിശ്വാസത്തിന് കുറവ് മാത്രമല്ല, ജീവിത വിശുദ്ധിയോട് ബന്ധപ്പെട്ട കുറവുകള്, വിശ്വസ്തയോട് ബന്ധപ്പെട്ട കുറവുകള്, പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട കുറവുകള്, ശുദ്ധീകരണ ആത്മാക്കളുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക്
നിത്യ സൗഭാഗ്യ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന കുറവുകള് നികത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുകയാണ്. ഈ വചനം തരുന്ന കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ഒരു നിമിഷം കർത്താവിന്റെ തിരുമുമ്പിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് യാചനാപൂർവം തുറന്നു പിടിച്ച് 3 പ്രാവശ്യം നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ, ഇതിന്മേൽ പരിശുദ്ധാത്മ പരിവർത്തിക്കട്ടെ, പരിശുദ്ധാത്മ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കട്ടെ, നമ്മോട് ഇടപെടട്ടെ. നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, എല്ലാവരും സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങൾ ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമ്മൾ ആത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ഈ വരികൾ പാടി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come Holy Spirit, come Holy Spirit. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഹല്ലേലൂയ. ദൈവവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. Thank you Holy Spirit. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, ഗ്ലോറി, ഗ്ലോറി. പരിശുദ്ധാത്മ എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് പാടണം. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ആഗ്രഹത്തോടെ ആത്മാവിനെ വിളിച്ചേ. Come Holy Spirit, come Holy Spirit. Power, power. ആമേൻ കർത്താവേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ, യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ, യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ, യേശുവിൻ തിരുനിണമേ, blood of Jesus, യേശുവിന്റെ കറയില്ലാത്ത തിരുച്ചോര വിടട്ടെ. എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേലും തിരക്കമൊഴുകപ്പെടട്ടെ. കടങ്ങൾക്ക് പൊറുതിയുണ്ടാകട്ടെ, കടങ്ങൾക്ക് പൊറുതിയുണ്ടാകട്ടെ. കഴുകണമേ, യേശുവിൻ പീഡകളെ എന്നെ സുധീരണമേ, നന്മകൻ നിറകൂടമേ. ആത്മാവേ പ്രാർത്ഥന കേൾക്കണമേ, നാഥാ നിൻ തിരുമുറിവിൽ, നിൻ തിരുമുറിവിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. കർത്താവേ, അങ്ങയുടെ ജീവനുള്ള സാന്നിധ്യം നൽകണമേ. പവർ, പവർ. വേർതിരിയാതെ എന്നെ അങ്ങിൽ ചേർക്കണമേ, എന്നെ അങ്ങിൽ ചേർക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഇരു കാര്യങ്ങൾ അല്പം ഉയർത്തി നമ്മൾ ഒരുമിച്ച് സ്നേഹത്തോടെ വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുദ്ധീകരണ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കാൻ ആരോഗ്യമില്ലാതെ വേദനിക്കുന്ന അനാഥാത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ നിന്ന്, സംഘങ്ങളിൽ നിന്ന് കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ള എല്ലാ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കരുണ വർഷിക്കണമേ, കരുണ ചൊരിയണമേ, കടങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ, നിത്യ സൗഭാഗ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കണമേ. യേശുവേ യേശുവേ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പവർ പവർ പവർ. യേശുവേ നന്ദി. നമുക്കൊരു നിമിഷം വിശുദ്ധ ജത്രൂത്തിനെ കർത്താവ് പഠിപ്പിച്ച മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ അതിനെക്കുറിച്ച് കേൾക്കും. നമുക്ക് ഈ പ്രാർത്ഥന ഈരടികളായി നമ്മൾ പാടുകയാണ്. വിശ്വാസത്തോടെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് 1000 ആത്മാക്കളെ കർത്താവ് സ്വർഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധയായ ജത്രൂത്ത്. ജത്രൂത്തിനെ കർത്താവ് നൽകിയ വാഗ്ദാനമാണ്, പ്രോമിസാണ്. ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ അല്പമൊന്ന്, നിങ്ങൾ പരസ്പര കരങ്ങൾ അത് കോർത്ത് പിടിച്ച്, ഭവനത്തിലായിരിക്കുന്നവർ, സമൂഹത്തിലായിരിക്കുന്നവർ, നിങ്ങളായിരിക്കുന്നിടത്ത് കൈകൾ കോർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ കൈകൾ പരസ്പരം കോർത്ത് പിടിച്ച് ഈ വരികൾ ഒരുമിച്ച് നമ്മൾ പാടി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ഒരുങ്ങുകയാണ്. നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. 1000 ശുദ്ധീകരണ ആത്മാക്കളെ കർത്താവ് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യനാകും ദൈവമേ തൻ പുത്രനും എൻ കർത്തനും ഏകരക്ഷകനുമാകും യേശുക്രിസ്തുവിൻ രക്തം ഇന്ന് ലോകമെങ്ങും അർപ്പിച്ചിടും ബലികളും ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്കും ലോകത്തിലെ പാപികൾക്കും തിരുസഭയിലും കുടുംബത്തിലും തലമുറയിലുള്ള സകല പാപികൾക്കായി ദാസരിത കാഴ്ചവെക്കുന്നു. സകല പാപികൾക്കായി ദാസരിത കാഴ്ചവെക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തമേറിയ മധ്യസ്ഥത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശൗസേ പിതാവേ, കർത്താവിന്റെ വിശുദ്ധരെ, മലാഖമാരെ, ഈ നിയോഗത്തിനായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. വളരെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൃപയായി സ്വീകരിക്കുവാൻ നമ്മൾ ആത്മാവിനോട് സഹകരിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലം ഒരു യാഥാർത്ഥ്യമാണോ? നമ്മളിത് മനസ്സിലാക്കണം. ശുദ്ധീകരണ ആത്മാക്കൾ യഥാർത്ഥത്തിൽ സത്യമാണോ? ഇന്ന് പലപ്പോഴും നമുക്കറിയാം, സ്വർഗ നരക ശുദ്ധീകരണം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് അനേകം ജീവിതങ്ങൾക്ക് ഇത് വിശ്വസിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കുവാനോ കഴിയാതെ പോകുന്നു. പലപ്പോഴും ഇന്ന് നിത്യതയുടെ ദർശനം നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൻ്റെ ജഡീകതയിൽ അസംഖ്യം ആത്മാക്കളെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനോ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിക്കുവാനോ വിശ്വസിക്കുവാനോ നരകമുണ്ടെന്ന് വിശ്വസിക്കുവാനോ നരകത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുവാനോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചോ വേണ്ട വിധം അറിയുവാനോ ബോധ്യപ്പെടുവാനോ ഇന്ന് അനേകരെ തയ്യാറാകുന്നില്ല. കാരണം അവർക്കതിൽ ബോധ്യമില്ല, വിശ്വാസമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യം മനസ്സിലാക്കണം.
ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ ആത്മാക്കൾ കെട്ടുകഥയല്ല, അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കർത്താവ് എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? 2-ാം ദിനത്തിൽ സ്നേഹബഹുമാനപ്പെട്ട ബോസ്കച്ചൻ വേദപുസ്തക അടിസ്ഥാനത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മോട് വ്യക്തമായി പഠിപ്പിച്ചു. എങ്കിൽ അതിൽ ഏതാനും 1-2 വചനങ്ങൾ കണ്ട് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ ആത്മാക്കൾ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യൻ കണ്ടുപിടിച്ചൊരു ഭാവന സൃഷ്ടിയല്ല. അതാരുടെയെങ്കിലും വ്യക്തിപരമായ വെളിപാടല്ല. ഏതെങ്കിലും വ്യക്തികളോ കൂട്ടായ്മയോ രൂപപ്പെടുത്തിയെടുത്ത ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതിഭാസമോ ഫിലോസഫി അല്ല. ഇത് സഭയുടെ വിശ്വാസ സത്യമാണ്. നമ്മുടെ കർത്താവ് ഇതിനെക്കുറിച്ച് വ്യക്തതയോട് പഠിപ്പിച്ചു. അപ്പോസ്തലന്മാര് ബോധ്യപ്പെടുത്തി. സഭാപിതാക്കന്മാരും സഭയുടെ വിശുദ്ധാത്മാക്കളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓരോ വാക്കും ആത്മാവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ വചനം ആത്മാവാണ്, ജീവൻ പകരുവാൻ അത് വളരെ ശക്തമാണ്. എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത്? പല സഭാ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഈ വചനങ്ങളെല്ലാം ഇതിനോട് ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നതാണ്. ശിലുക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-48 വചനങ്ങളിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. കഠിനമായി പ്രഹരിക്കപ്പെടും. ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ തിരികിത മനസ്സിലാക്കി ജീവിച്ചില്ലെങ്കിൽ, ആ തിരികിതം അറിഞ്ഞിട്ടും അതുപോലെ നമ്മൾ ജീവിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറാകുന്നില്ലെങ്കിൽ, ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മൾ അതിനെ തക്കമായ ശിക്ഷണങ്ങളിലൂടെ, ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് കർത്താവിന് തിരുവെഴുത്ത് പഠിപ്പിക്കുക. നമ്മുടെ കടങ്ങൾ നമ്മൾ വീട്ടിയേ മതിയാകൂ. നമ്മുടെ ആത്മാവിന്റെ കടങ്ങൾ വീട്ടാതെ നമുക്കാർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, തുടർന്ന് എന്താ പറഞ്ഞത്? ആ വചനത്തിന്റെ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ആവശ്യപ്പെട്ടവനോട് അധികം ചോദിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. ഈ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിന് യോഗ്യമാമിതം കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടത്തോട് ഐക്യപ്പെട്ട് അവിടത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതം. ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇല്ലെങ്കിൽ കഠിനമായി പ്രഹരിക്കപ്പെടും. വീണ്ടും നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വചനത്തിലാണ്. എന്താണ് യേശു പറഞ്ഞത്? അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകള് പല സഭാ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ശുദ്ധീകരണ സ്ഥലത്തോട് ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുകയാണ്. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോൾ എന്ന് പറഞ്ഞാൽ കടങ്ങൾ പൂർണ്ണമായും കൊടുത്തു വീട്ടാതെ നമുക്ക് കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമായ മഹത്വത്തിൽ ആയിരിക്കുവാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ കൃത്യമാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ. അവസാനത്തെ ചില്ലിക്കാശ് വരെ നമ്മൾ കൊടുത്തു വീട്ടിയിട്ടേ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വളരെ ജാഗ്രതയോടെ ആയിരിക്കണം, അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം.
ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി, ഇമ്പങ്ങൾക്ക് വേണ്ടി, നശ്വരമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി ഞാനും നിങ്ങളും നിത്യമായി നമ്മുടെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ടതിനെ കർത്താവ് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 59-ാം വചനത്തിൽ. അവിടെ എന്താ യേശു പഠിപ്പിച്ചത്? അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ, അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല, നീ അവിടുന്ന് പുറത്തു വരികയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ നിന്നോട് പറയുന്നു. അവസാനത്തെ തുട്ടുവരെ കടം വീട്ടാതെ, നമ്മുടെ ആത്മാവിന്റെ കടങ്ങൾ വീട്ടാതെ നമുക്കൊരിക്കലും സ്വർഗരാജ പ്രവേശനം ഉണ്ടാവുകയില്ല. ഇത് കർത്താവ് പഠിപ്പിക്കുന്നു, ശ്ലീഹന്മാര് പഠിപ്പിക്കുന്നു, തിരുസഭ പഠിപ്പിക്കുന്നു, സഭ പിതാക്കന്മാര് പഠിപ്പിക്കുന്നു. സഭയുടെ വിശുദ്ധാത്മാക്കള് തങ്ങളുടെ അനുഭവങ്ങളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇതിനോട് ബന്ധപ്പെട്ട് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ നമുക്ക് പെട്ടെന്ന് അതിനൊന്ന് ശ്രദ്ധിക്കാം. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും, ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കാം. അതിനെല്ലാവരും ശ്രദ്ധിച്ചേ. എന്താണ് കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്? അഗ്നിയിലൂടെ എന്നവണ്ണം. ഈ അഗ്നി ശുദ്ധീകരണ അഗ്നിയാണ്. നമ്മുടെ പാപങ്ങളെ, അശുദ്ധികളെ, ലോകത്തിന്റെ മോഹങ്ങളിൽ, ഇമ്പങ്ങളിലും പെട്ട് നമ്മുടെ ആത്മാവിൽ കറപിടിച്ച് കിടക്കുന്ന പാപത്തിന്റെ ക്ലാബുകളെ കരിച്ചു കളയുന്ന, അതിനെ ശുദ്ധീകരിക്കുന്ന ശുദ്ധീകരണ അഗ്നി. ഈ അഗ്നിയിലൂടെ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് സ്വർഗരാജ പ്രവേശനം. അത് നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് സ്വയം സാധ്യമല്ല. അവർക്കായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശുദ്ധീകരണ ആത്മാക്കൾ, സകല സഭയിലായിരിക്കുന്ന നമ്മുടെ സഹോദര ആത്മാക്കൾ, സമരസഭയിലായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്നത്, നമ്മുടെ ത്യാഗപ്രവർത്തികൾ ചോദിക്കുന്നത്, നമ്മുടെ സഹനങ്ങൾ ചോദിക്കുന്നത്, നമ്മുടെ പ്രാശ്ചിത്ത പ്രവർത്തികൾ ചോദിക്കുന്നത്, നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ ശുദ്ധീകരണ ആത്മാക്കൾ ആഗ്രഹിക്കുന്നതിന് കാരണം അവർക്കായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വല്ലാത്തൊരു കഷ്ടമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ജീവിക്കുമ്പോൾ കടങ്ങൾ വീട്ടി ഈ ലോകം വിട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗൗരവത്തോടെ, അത് തമാശയല്ല, നേരം പോക്കല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. വളരെ ഗൗരവത്തോടെ നമ്മളിത് മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 21:27 കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്. വെളിപാട് 21:27 എന്നാൽ കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ കയറുകയില്ല. ഇന്നലെ സ്നേഹബഹുമാനപ്പെട്ട തോമസ് അമ്പാട്ടുകുഴി അച്ഛൻ വ്യക്തമായി പറഞ്ഞു, അൺക്ലീൻ, അശുദ്ധമായത്. ഗ്രീക്കിൽ കൊയിനോൺ എന്നുള്ള വാക്കാണ് അച്ഛൻ പറഞ്ഞത്. അശുദ്ധമായതൊന്നും, വൃത്തിയില്ലാത്തത്, നിഷ്കളങ്കമല്ലാത്തത്, കാപട്യമുള്ളത്, മ്ലേച്ഛമായത് ഒന്നും സ്വർഗത്തിൽ കയറുകയില്ല. അപ്പൊ സ്വർഗരാജ പ്രവേശനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പ്രധാനപ്പെട്ട ഒന്നാണ് പരിപൂർണമായ വിശുദ്ധീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായ ശുദ്ധീകരണം. പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ട ഒരു ആത്മാവിന് മാത്രമാണ് സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം അവിടുത്തെ നിത്യമഹത്വത്തിലായിരിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ അതുകൊണ്ടാണ് തിരുസഭ പറയുന്നത്, ഇത് കർത്താവിന്റെ വചനങ്ങള്. ഇനി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത്, കർത്താവിന്റെ സഭ എന്താണ് പറയുന്നത്? നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം ഗ്രന്ഥമെടുക്കാം. 1030-31 ഖണ്ഡികയിൽ സഭ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും
നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വളരെ പ്രധാന. സഭ പഠിപ്പിക്കുകയാണ് എപ്രകാരമുള്ളവരാണ് ശുദ്ധീകരണാത്മാക്കള്. എങ്ങനെയെങ്കിലും തോന്നിയ പോലെ ജീവിച്ച് ഈ ലോകം വിട്ടു പോയവരല്ല പ്രിയപ്പെട്ടവരെ. 3 കാര്യങ്ങൾ സഭ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ആ പ്രസ്താവന ഒന്നുകൂടി ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ കൃപാവരത്തിൽ മരിച്ചവരെ, കൃപാവര അവസ്ഥയിലായിരുന്നവർ, എന്നാൽ സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ പൂർണ്ണ പ്രസാദവരം, പൂർണ്ണമായ ശുദ്ധീകരണം അവർക്കില്ല. ഒന്ന്, ദൈവത്തിന്റെ കൃപാവരത്തിലായിരുന്നവര്. 2, കർത്താവുമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ ഫെലോഷിപ്പ്, കർത്താവുമായിട്ടുള്ള സൗഹൃദത്തിലായിരിക്കുന്നവര്, അവരെ ശുദ്ധീകരണാത്മാക്കള്. മാരകപാപത്തിൽ അനുദപിക്കാതെ മാനസാന്തരമില്ലാതെ ജീവിച്ച ആത്മാക്കള്, അവർ കർത്താവുമായി അവർക്ക് സൗഹൃദമില്ല. അപ്രകാരമുള്ള ആത്മാക്കള് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നുവെന്ന തിരുസഭയുടെ പ്രബോധനം നമ്മളെ പഠിപ്പിക്കുന്നത്. 2, കർത്താവുമായിട്ടുള്ള സൗഹൃദം. 3, എന്താണ് സഭ പറയുന്നത്? 3 എന്താ സഭ പറയുന്നത്? പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടാത്തവരെ. ശുദ്ധീകരണമുണ്ട്, എന്നാൽ നിത്യ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വിശുദ്ധീകരണം അവർക്കില്ല. പൂർണ്ണ ശുദ്ധീകരണമില്ല. അപ്പൊ ഈ പൂർണ്ണ ശുദ്ധീകരണം നടക്കുന്ന, ഈ അന്തിമ ശുദ്ധീകരണം നടക്കുന്ന ആ സ്ഥലമാണ് ദൈവമക്കളെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സഭ പഠിപ്പിക്കുകയാണ്. അപ്പൊ ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ ആത്മാക്കൾ കെട്ടുകഥയല്ല, അത് ആരുടെയെങ്കിലും ഒരു ഭാവന സൃഷ്ടിയല്ല. കർത്താവിന്റെ വചനം, തിരുസഭയുടെ പ്രബോധനം കൃത്യമായി ഇത് സ്ഥിരീകരിക്കുകയാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരെന്താ പറഞ്ഞിരിക്കുന്നത്? സഭാപിതാക്കന്മാരുടെ പഠനം എന്താ ദൈവമക്കളെ? ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ചും ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും സഭാപിതാക്കന്മാരെ കർത്താവിന്റെ ജ്ഞാനത്തിൽ എന്താണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഒരു വലിയ സഭാപിതാവാണ് വിശുദ്ധനായ അഗസ്തീനോസ്, സെന്റ് അഗസ്റ്റീൻ. സഭയിലെ വലിയ സഭയുടെ പിതാവാണ് വിശുദ്ധ അഗസ്തീനോസ്. എന്താണ് ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചും ശുദ്ധീകരണ അഗ്നിയെ കുറിച്ചും നമ്മോട് പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തിരുത്തുന്ന അഗ്നി എനിക്ക് ആവശ്യമില്ലാത്ത വിധം രക്ഷ പ്രാപിച്ചവർക്ക് എന്നതുപോലെ ഈ ജീവിതത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ. കാരണം അഗ്നിയിലൂടെ എന്നവണ്ണം രക്ഷ പ്രാപിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അഗ്നിയാൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെങ്കിലും ആ അഗ്നി ഈ ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നിയേക്കാളും അതികഠിനമായിരിക്കും. ആ വാക്കുകൾ എന്ത് മൂർച്ചയാണ് ആ വാക്കിന്! ഈ ലോകത്തിലുള്ള ഏതൊരു അഗ്നിയേക്കാളും അതികഠോരമായ, അതികഠിനമായ അഗ്നിയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി. ശുദ്ധീകരണ അഗ്നി എന്ന് സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ ലോകത്തിലെ മറ്റേത് അഗ്നിയേക്കാളും അതിഭയങ്കരമായ, അതികഠിനമായ അഗ്നിയാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നി. ഈ അഗ്നിയാണ് നമ്മുടെ ആത്മാവിൻ്റെ പാപക്കറകളെ, ക്ലാവുകളെ ശുദ്ധീകരിച്ച് 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 പൂർണ്ണ ശുദ്ധീകരണം നേടിത്തന്ന് നമ്മെ സ്വർഗപ്രാപ്തിക്ക് നമ്മളെ അതിനെ അനുരൂപരാക്കി മാറ്റുന്നത്. മറ്റൊരു സഭാപിതാവാണ് വിശുദ്ധ സിപ്രിയൻ. സഭാപിതാവായ വിശുദ്ധ സിപ്രിയന്റെ വാക്കുകൾ എന്താ പ്രിയപ്പെട്ടവരെ? വിശുദ്ധ സിപ്രിയൻ പറയാണ്, നമുക്ക് ആ വാക്കുകൾ ശ്രദ്ധിക്കാം. പാപത്തിന്റെ ദീർഘശിക്ഷയിൽ നിന്ന് അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടുകയും സഹനം വഴി എല്ലാ പാപത്തിൽ നിന്നും വെണ്മയുള്ളതാക്കി മാറ്റുകയും വേണം. പാപത്തിന്റെ ദീർഘശിക്ഷയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ ശുദ്ധീകരണ സ്ഥലത്ത്
നമ്മെ ശുദ്ധീകരിക്കുന്ന അഗ്നിയുണ്ടെന്ന് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട്. ദൈവത്തിന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഇന്ന് പല പഠനങ്ങളുണ്ട്, പലരും പഠിപ്പിക്കുന്നുണ്ട്. അതത്ര വലിയ പ്രശ്നമുള്ള സ്ഥലമൊന്നല്ല, വളരെ കംഫർട്ടായ സ്ഥലമാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സഭാപിതാക്കന്മാരുടെയും സഭയിലെ വിശുദ്ധരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് നമ്മോട് കള്ളം പറയേണ്ട ആവശ്യമില്ല. സഭ അവരെ ഒഫീഷ്യലായി വിശുദ്ധരായി ഡിക്ലെയർ ചെയ്തവരാണ്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് പലപ്പോഴും വിശുദ്ധാത്മാക്കൾ നമ്മോട് പങ്കുവെക്കുന്നത്. അവരിലൂടെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ പ്രിയൻ പറയാണ്, പാപത്തിന്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് എനിക്കും നിനക്കും അഗ്നിയിലൂടെ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണെന്ന്. മറ്റൊരു സഭാപിതാവാണ് വിശുദ്ധ ബേസിൽ. വിശുദ്ധ ബേസിൽ ഈ പിതാവ് എന്താണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്? വളരെ മനോഹരമായ വാക്കുകളാണ്. പക്ഷെ ബേസിൽ പ്രകാരം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കത് ശ്രദ്ധിക്കാം. അദൃശ്യരായ ശത്രുക്കളോട് നിങ്ങൾ ഒരുമിച്ച് വായിക്കണം. അത് ജീവിതകാലം മുഴുവൻ പോരാടിയ ദൈവത്തിന്റെ ഉന്നതരായ കായികാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിശാചിനോടും ജഡത്തോടും ലോകത്തോടും എതിർത്ത് യുദ്ധം ചെയ്ത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ സേനയാണ് നമ്മൾ. കർത്താവിൻ്റെ പോരാളികളാണ് നമ്മൾ. എല്ലാ പീഡകളിൽ രക്ഷപ്പെട്ട് ജീവിതത്തിന്റെ അന്ത്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെ രാജകുമാരനാൽ പരിശോധിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് വിധിയാളനായി നമ്മുടെ ജീവിതങ്ങൾ അവൻ പരിശോധിക്കും. വിശുദ്ധ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, അഗ്നിയിലൂടെ എന്നവണ്ണം ഈ പുല്ലും വൈക്കോലും തടിയും കല്ലും എങ്ങനെയാണ് നമ്മൾ പണിതത് എന്ന് അഗ്നി പരിശോധിക്കും. ഈ ലോകത്തിൽ നമ്മൾ എപ്രകാരമാണ് ജീവിച്ചത്, നമ്മുടെ ചൈതികള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ സംസാരങ്ങള്, നമ്മുടെ മനോഭാവങ്ങള്, ഇതൊക്കെ എപ്രകാരമായിരുന്നു? ആരും അറിയാതെ, ആരും ചെയ്യാതെ നമ്മൾ ചെയ്ത ചില പാപങ്ങള്, മറച്ചുവെച്ച പാപങ്ങള്, ഇതെല്ലാം അഗ്നിയിലൂടെ പരിശോധിക്കപ്പെടും. ആരുടെ പണി നിലനിൽക്കുന്നവോ അവൻ സമ്മാനിതനാകും. അവന് സ്വർഗ രാജ്യ പ്രവേശനമുണ്ടാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എവിടെ? അതാണ് ശുദ്ധീകരണ സ്ഥലം. എന്നാൽ അഗ്നിയിലൂടെ എന്നവണ്ണം, ഏതായി അഗ്നി? ശുദ്ധീകരണ അഗ്നി. ഈ അഗ്നിയിലൂടെ എന്നവണ്ണം പൂർണ്ണ ശുദ്ധീകരണം അവൻ പ്രാപിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും. പക്ഷെ ബൈസിൽ പറയാ, കർത്താവിനാൽ നമ്മളെല്ലാം പരിശോധിക്കപ്പെടും. തുടർന്ന് എന്താണ് സഭാപിതാവ് പറയുന്നത്? പോരാട്ടത്തിൽ മുറിവേറ്റതായി കണക്കാക്കപ്പെട്ടാൽ, കറയോ പാപത്തിന്റെ ഫലങ്ങളോ കണ്ടാൽ അവർ തടഞ്ഞു നിർത്തപ്പെടും. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആ സമയം സാധ്യമല്ല. അതേസമയം മുറിവേൽപ്പിക്കപ്പെടാതെയും കറയില്ലാതെയും തോൽപ്പിക്കപ്പെടാതെയും കാണപ്പെട്ടാൽ ക്രിസ്തു അവരെ വിശ്രമത്തിലേക്ക്, തൻ്റെ സ്വസ്ഥതയിലേക്ക്, തൻ്റെ നിത്യമായ മഹത്വത്തിലേക്ക്, തൻ്റെ രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെത്ര മനോഹരമായൊരു ജീവിതമാണ് ദൈവമക്കളെ. തുടർന്ന് സഭാപിതാവായ ബേസിൽ പറയാ, പാപത്തിന്റെ കറകളും അവ ഏൽപ്പിച്ച മുറിവുകളും അയോഗ്യരായി എണ്ണപ്പെടുന്നതിനാൽ ഈ ഭൂമിയിലെ അപൂർണതകൾ നമ്മെ ശുദ്ധീകരണ സ്ഥലത്തിന് അർഹമാക്കുന്നു. ദൈവത്തിന്റെ മഹാകരുണയുടെ അടയാളമാണ് ശുദ്ധീകരണ സ്ഥലം. ഞാൻ പലപ്പോഴും വിറയിലൂടെ ചിന്തിക്കാറുണ്ട്, ശുദ്ധീകരണ സ്ഥലം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഉറപ്പാണ്, നല്ലൊരു ശതമാനം, നമ്മളൊക്കെ നല്ലൊരു ശതമാനം നിത്യ നരകത്തിൽ ഉപദിക്കും. അപ്പൊ എത്രയോ വലിയ അനുഗ്രഹമാണ് സ്വർഗരാജ്യ പ്രവേശനത്തിനായി നമ്മളെപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ, നമ്മുടെ അന്തിമ ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് നമുക്കായി ഈ ഒരു സംവിധാനം ഒരുക്കിയത്. ദൈവമക്കളെ,
ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ നമ്മൾ കെയർലെസ് ആയി ജീവിക്കരുത്. ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്ന ഈ ജീവിതത്തെ ലാഘവമായി കാണരുത്, കെയർലെസ് ആയി കാണരുത്. ഇതെങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല. അതീവ ജാഗ്രതയോടെ, അതീവ ശ്രദ്ധയോടെ, നിത്യതയെ കണ്ടുകൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ജീവിത. അങ്ങനെ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മുടെ ആത്മാവിൻ്റെ കടങ്ങൾ വീട്ടുക, ആത്മാവിൻ്റെ കടങ്ങൾ വീട്ടുക. ഈ കടങ്ങൾ വീട്ടിയാൽ നമുക്ക് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അത്ര എളുപ്പമല്ല ദൈവമക്കളെ. അതിന് നമ്മൾ അതുപോലത്തെ ഒരു ജീവിതത്തിലേക്ക് വരണം. ഇന്ന് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടോ? ഈ ലോകത്തിൻ്റെ നിറങ്ങളും വർണ്ണങ്ങളും ഇമ്പങ്ങളും കണ്ട് ഈ ലോകത്തിൻ്റെ ജീവിത വ്യഗ്രതയിൽപ്പെട്ട് അസംഖ്യം ആത്മാക്കളാണ് നശ്വരമായ സുഖത്തിനും ഭോഗേച്ഛയ്ക്കും ലോകം നീട്ടിത്തരുന്ന നേട്ടങ്ങൾക്ക്, ഉന്നമനങ്ങൾക്കും വേണ്ടി അവിടെ ആത്മാവിൻ്റെ നാശം ഗൗനിക്കാതെ ലൗകികരും ജഡീകരുമായി ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ ജീവിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ഇതിനെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾ ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് ഏറ്റുപറയാണ്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങളുണ്ടെങ്കിലും എനിക്ക് വ്യക്തിപരമായി സ്വർഗവും നരകമൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എന്നാൽ ശുദ്ധീകരണ ആത്മാക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത്ര ആഴമേറിയൊരു ബോധ്യമില്ലായിരുന്നു. അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നില്ല. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചോ പ്രസംഗിച്ചിരുന്നില്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിരുന്നില്ല. കാരണം എനിക്ക് തന്നെ ആഴമേറിയൊരു ബോധ്യമില്ലാതിരുന്ന സമയം. ഇപ്പോൾ ഞാൻ പല രീതിയിൽ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഇതിനെക്കുറിച്ചൊരു ബോധ്യം, അറിവൊക്കെ തരണേ. കുറച്ച് സമയം ബോധ്യം കിട്ടും, പിന്നെ വീണ്ടും ഇത് ശരിയല്ലെന്നാണ് തോന്നണേ, ഇതെൻ്റെ ചിന്തയാണെന്ന് തോന്നണേ എന്ന് പറഞ്ഞാൽ അതങ്ങ് വിട്ടുകളയും. അങ്ങനെ ഷെക്കേനെ നമ്മുടെ ഈ മീഡിയ കോംപ്ലക്സിനോട് ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കലത് ഷാലോമിലത് നിങ്ങളോട് പങ്കുവെച്ചതാണ്. ഇവിടെ ഈ സ്ഥലം ഇതിൻ്റെ ബിൽഡിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ അനുദിന ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കിണർ കുഴിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നല്ലൊരു കിണർ കർത്താവ് ആദ്യം തന്നു. പിന്നെ ചിന്തിച്ച് നമുക്ക് വലിയൊരു കുഴൽ കിണർ കുഴിക്കാം. അങ്ങനെ കുഴൽ കിണർ അടിക്കുകയാണ്. സാധാ കുഴൽ കിണറല്ല, അല്പം വീതിയും വിസ്താരവുമുള്ള ഒരു കുഴൽ കിണറാണ്. കാരണം ഇത്രയും വലിയ ഇവിടുത്തെ സംവിധാനങ്ങൾ ഇതെല്ലാം അതിന് അത്യാവശ്യം നല്ല വെള്ളം വേണം. അപ്പോൾ അതിനെ നല്ലൊരു കുഴൽ കിണർ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ആ കുഴൽ കിണർ അടിച്ചുകൊണ്ടിരിക്കുക. 400 അടി അടിച്ചിട്ടും ഒരു തുള്ളി വെള്ളം എന്ന് മാത്രമല്ല, പാറപ്പൊടി ഇങ്ങനെ തുളി വരികയാണ്. കുഴൽ കിണർ അടിക്കുന്നവർ പറഞ്ഞു, ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടില്ല, ഇനി വെറുതെ പൈസ കളയണ്ട. 5 പൈസയ്ക്ക് വളരെ കഷ്ടപ്പെടുകയാണ്. വെറുതെ ഇനി പൈസ കളയേണ്ട കാര്യമില്ല, ഇവിടെ ഒരു തുള്ളി വെള്ളം കിട്ടില്ല, കാരണം ഈ പാറപ്പൊടിയാണെങ്കിൽ തുളി വരുന്നത്. അങ്ങനെ അവർ പണി നിർത്താനായിട്ട് നോക്കുകയാണ്. ഈ സമയത്ത് ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു യാത്രയിലാണ്. ഇവിടെ നിന്ന് എന്നോട് അവരൊക്കെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല, ഇത്രയും പൈസ നമുക്ക് നഷ്ടപ്പെടുകയാണ്, നമ്മൾ എന്തു ചെയ്യും? അങ്ങനെ പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ പെട്ടെന്ന് എൻ്റെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചു. കർത്താവിൻ്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഉള്ളിൽ ആരോ ശക്തമായി പറയുകയാണ്, നീ നാളുകളായി പ്രാർത്ഥിക്കല്ലേ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും അതൊരു ബോധ്യം കിട്ടാൻ. ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവായിരുന്നത്. നീ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായം തേടുക, ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായം തേടുക, നീ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കേട്ട മാത്രയിൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിച്ച് സ്വർഗസ്വനായും നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ത്രിത്വസ്തുതി ചൊല്ലി ഇങ്ങനെ കാഴ്ചവെക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ വെച്ച് കെട്ടി പറയുന്നൊരു കഥയല്ല ഇത്. 2 മിനിറ്റേ കഴിഞ്ഞുള്ളൂ. എത്ര പെട്ടെന്നാണ് ഈ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായം തേടുമ്പോൾ, കാരണം അവരെല്ലാവരും അവഗണിക്കപ്പെടുകയാണ്. ഇന്ന് അധികം പേര് ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുന്നില്ല. എത്രയോ അനാഥാത്മാക്കള് പ്രാർത്ഥന കിട്ടാതെ, നമ്മുടെ സഹായം കിട്ടാതെ, കാരണം അവർക്ക് അവരെ സഹായിക്കാനോ രക്ഷിക്കാനോ പറ്റത്തില്ല. സമരസഭയിലായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കും പരിത്യാഗങ്ങൾക്കും സഹനങ്ങൾക്കും വേണ്ടി അവരെ നിലവിളിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കേ. ഈ സഹനത്തിന്റെ സ്ഥലത്ത് നിന്ന്,
ഈ പീഡകളുടെ സ്ഥലത്ത് നിന്ന്, ഈ യാതനകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ പ്ലീസ് രക്ഷിക്കുക എന്ന് പറഞ്ഞ് നമ്മെ നോക്കി ശുദ്ധീകരണാത്മാക്കളെ നിലവിളിക്കുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ തലമുറകളിലേക്കും കുടുംബങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും കർത്താവ് വർഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഈ ഒരു പ്രാർത്ഥന സ്വർഗത്തെ ഒത്തിരിയേറെ ആനന്ദിപ്പിക്കുന്നു. 2 മിനിറ്റ് കഴിഞ്ഞില്ല, അവിടെയുള്ളവരെന്നോട് പറഞ്ഞു, ബ്രദറെ, അത്ഭുതം നടന്നു, നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ദൈവം ഇടപെട്ടു. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞു, വെള്ളം ചീറ്റി, ഇത്രയും 400 അടി താഴെ നിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റി അടിച്ച് ആ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അതവിടെ ഇങ്ങനെ ചീറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം വെള്ളം ഇങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊള്ളക്കണ്ണ അടിക്കുന്നവർ പറഞ്ഞു, ഇതൊരു അത്ഭുതം തന്നെയാണ്, ഇത്രയും പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു? അവർക്ക് അതിന് വിശദീകരണമില്ല. ഞാൻ പറയുന്നു, ദൈവം പ്രവർത്തിച്ചു, ദൈവം ഇടപെട്ടു. ആ ഒരൊറ്റ സംഭവത്തിലൂടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതൊന്നും കെട്ടുകഥയല്ല. തുടർന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ധ്യാനിക്കുവാനും അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മ കൊണ്ടുപോയി ദൈവമക്കളെ. തുടർന്ന് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഷെക്കേനയുടെ പ്രവർത്തനങ്ങളോടും മീഡിയ ശുശ്രൂഷകളൊക്കെ ബന്ധത്തിൽ ഈ ശുദ്ധീകരണ ആത്മാക്കളുടെ സഹായവും അവിടെ മാധ്യസ്ഥവും അവിടെ സാന്നിധ്യവും ഒരുപാട് നന്മകൾ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ 100 കണക്കിന് അനുഭവങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുവെക്കാനുണ്ടാകും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതൊന്നും കെട്ടുകഥയല്ല ദൈവമക്കളെ. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വിശുദ്ധരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യം എന്തായിരുന്നു? സഭയിൽ മറ്റൊരു വലിയൊരു വിശുദ്ധയാണ് ജനോവയിലെ വിശുദ്ധ കാതറിൻ. 8 വയസ്സ് മുതലേ അവൾ വിശുദ്ധിയോടെ ജീവിച്ചു. 10, 16, 17 വയസ്സുള്ള സമയത്ത് അവൾ വിവാഹം കഴിച്ചു. രാജാവാണ്, രാജകൊട്ടാര സുഖ സൗകര്യങ്ങളായിട്ട് ജീവിക്കുകയാണ്. എങ്കിലും അവൾ പാപത്തിൽ വീണില്ലെങ്കിലും അവൾ ആ സുഖഭോഗങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുകയാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ആ യൗവന പ്രായത്തിൽ തന്നെ കുംഭസാരം എന്ന കുദാശ സ്വീകരിക്കുന്ന സമയത്ത് അവൾ കർത്താവിനെ കണ്ടുമുട്ടി. യഥാർത്ഥ അനുതാപ മാനസാന്തരം കാതറിൻ ഉണ്ടാവുകയാണ്. എൻ്റെ സഹോദരൻ അതിനുശേഷം അവൾ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന് ജീവിതം തെരഞ്ഞെടുത്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ രാജാവാണ്. രാജാവിനോട് പറഞ്ഞു, അങ്ങ് എന്നെ ഇനിയൊരു സഹോദരിയായി കാണണം. തൻ്റെ ഭാര്യ പറഞ്ഞ് ഈ അഭ്യർത്ഥന സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കർത്താവ് തുറന്നു. പരസ്പരമുള്ള ദാമ്പത്യ കടമകളൊക്കെ അവര്, ആ വിധത്തിലുള്ള കടമകളൊക്കെ അവര് ഈശോയെ പ്രതി, ആത്മാക്കളെ പ്രതി വേണ്ടെന്ന് വെച്ചു. രണ്ടുപേരും സഹോദരന്മാർ തുല്യമായി ജീവിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ കാതറിനെ ഒരുപാട് വെളിപാട്, പ്രത്യേക ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള റെവലേഷൻ, മനോഹരമായ പുസ്തകം തന്നെ അവൾ തയ്യാറാക്കിയിട്ടുണ്ട്. കർത്താവ് നൽകാൻ തുടങ്ങി. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൊടുക്കാൻ തുടങ്ങി. ഈ രാജാവ് ഏറ്റവും നല്ല ഭാഗ്യപ്പെട്ട മരണം, തൻ്റെ ഭർത്താവിനെ അവൾ ശുശ്രൂഷിച്ചു. നൽമരണം കിട്ടി അദ്ദേഹത്തിന്. വിശുദ്ധ കാതറിൻ പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്. അവിടെ പറയുന്നത്, ഇരുമ്പിനെ തുരുമ്പിങ്ങനെ പൊതി നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ ആത്മാവിൽ പാപം ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് കാതറിൻ പറയുന്നത്? നമുക്ക് ശ്രദ്ധിക്കാം. പാപമെന്ന തുരുമ്പാണ് സ്വർഗീയ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പ് അഗ്നിയിൽ എന്ന പോലെ കത്തി നശിക്കണം. അതിനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപമെന്ന തുരുമ്പാണ് സ്വർഗരാജ്യ പ്രവേശനത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പിനെ എന്തുണ്ടാകണം? ശുദ്ധീകരണ തീ ഇറങ്ങി ഈ തുരുമ്പ് കത്തി നശിപ്പിക്കണം. എങ്കിലേ നമുക്ക് നിത്യ സൗഭാഗ്യം എന്ന് പറഞ്ഞ് നമ്മുടെ കടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പൂർത്തി ഉണ്ടാകണം.
പരിപൂർണമായ ശുദ്ധീകരണം ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 വെളിപാട് 21:27 കേട്ടില്ലേ? അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മ്ലേച്ഛമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കാപട്യമുള്ളതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ്. അതിനൊരു തെളിവാണ് സഭയിലെ മറ്റൊരു വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ പീറ്റർ ഡാമിയൻ. അദ്ദേഹം സഭയുടെ കർദിനാളാണ്. വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു വിശുദ്ധ പീറ്റർ ഡാമിയൻ്റേത്. അങ്ങനെ പീറ്റർ ഡാമിയൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തൻ്റെ സഹോദരിയുടെ ആത്മാവ് അദ്ദേഹത്തിന് കാണപ്പെട്ടു. തൻ്റെ സഹോദരി വന്ന് ചോദിക്കുകയാണ്, പീറ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പീറ്റർ ഡാമിയൻ അത്ഭുതമായി, എൻ്റെ സഹോദരി, നീ ഇതുവരെ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? നീ ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്താണോ? അവൾ പറഞ്ഞു, അതേ സഹോദര. ഉടനെ വിശുദ്ധ പീറ്റർ ഡാമിയൻ തൻ്റെ സഹോദരിയോട് ചോദിച്ചു, സ്വർഗരാജ്യ പ്രവേശനത്തിന് നിന്നിൽ എന്താണ് തടസ്സമായി നിൽക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരിത്യാഗം ചെയ്യാം, വിശുദ്ധ കുർബാന അർപ്പിക്കാം. ഈ സഹോദരി വേദനയോടുകൂടി പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, കെട്ടുകഥയല്ല ദൈവമക്കളെ. സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ പീറ്റർ ഡാമിയൻ. പീറ്റർ ഡാമിയന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അദ്ദേഹം സഭയോട് പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സഹോദരി പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മ നിറഞ്ഞ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സിനിമാ പാട്ട്, അല്ലെങ്കിൽ റോക്ക് മ്യൂസിക്, പോപ്പ് മ്യൂസിക്, റാപ്പ് മ്യൂസിക് എന്നൊക്കെ പറയില്ല, ഇതുപോലത്തെ അശ്ലീല ചൊവ്വയുള്ള, പരിശുദ്ധാത്മാവില്ലാത്ത, കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ലൗകികമായ പാട്ട്, മോശമായ ഒരു അശ്ലീലമായ മ്യൂസിക്, ഒരു പാട്ട് ഞാൻ കേട്ടു. അത് കേട്ടതുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷേ അവൾ കേൾക്കുക മാത്രമല്ല, അത് എൻജോയ് ചെയ്തു. അവൾ അതിലിങ്ങനെ എൻജോയ് ചെയ്യാണ്. അതൊരു പാപമായി, തെറ്റായി അവൾക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ താൻ ചെയ്ത ഈ തെറ്റിനെ ഓർത്ത് അവൾ അനുതപിച്ചില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധനായ പീറ്റർ ഡാമിയന്റെ സഹോദരി വിശുദ്ധനോട് പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ അത് അനുതപിച്ച് പാപമോചനം സ്വീകരിക്കാത്തത് കൊണ്ട് ഈ തെറ്റിൻ്റെ പേരിൽ ഞാൻ നാളുകളായി ശുദ്ധീകരണ സ്ഥലത്ത് പീഡനങ്ങൾ, യാതനകൾ അനുഭവിക്കുകയാണ്. സഹോദര, പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ ഈ യാതനയുടെ സ്ഥലത്ത് നിന്ന് രക്ഷിക്കണം. നിന്റെ പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനകളും നിന്റെ ത്യാഗങ്ങളും പ്രായശ്ചിത്ത പ്രവർത്തികളും സഹനങ്ങളും എൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിനായി കാഴ്ചവെക്കണം. എത്ര കൃത്യ ദൈവത്തിന്റെ വചനം! അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഞാൻ ഈ ചരിത്രം അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ധരിക്കുന്നത് കർത്താവ് കരുണയുള്ളവനല്ലേ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ, എങ്ങും നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചതല്ലേ, കർത്താവ് കുറച്ചൊക്കെ കണ്ണടച്ചോളും, കർത്താവിനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതൊന്നും നിത്യതയിൽ, അതൊക്കെ ഈ ലോക ജീവിതത്തിലാണ്. നിത്യതയിൽ കർത്താവിൻ്റെ കരുണയല്ല, കർത്താവിൻ്റെ നീതിയുടെ മുൻപിലാണ് നമ്മൾ. നീതി വിധിയാളനായി കർത്താവ് നമ്മളെ പരിശോധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം എന്ന് പറഞ്ഞ മരണാനന്തര ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതിയുടെ മുൻപിലാണ് നമ്മൾ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ കുരിന്ത്യർ പറയുന്നുണ്ട്, അതെത്ര എളുപ്പമല്ല. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് യേശു പറഞ്ഞത്, അത് ഇടുങ്ങിയ വഴിയാണ്, അതിലൂടെ പ്രവേശിക്കുന്നവർ വളരെ അധികം എന്നല്ല കർത്താവ് പറഞ്ഞത്, അതിലൂടെ പ്രവേശിക്കുന്നവർ വളരെ ചുരുക്കം, വളരെ ചുരുക്കം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ കൊച്ചു ത്രേസ്യത്തിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? കർത്താവിൽ ശരണപ്പെടാത്ത, വിശ്വസിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്. കണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കർത്താവിനെ ആശ്രയിക്കാത്ത,
വേണ്ട വിധം കർത്താവിനെ വിശ്വസിക്കാത്ത, കർത്താവിനെ സ്നേഹിക്കാത്ത ആത്മാക്കൾക്ക് സഭയുടെ വേദപരംഗതയെ പറയുന്നത്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയാ, ശുദ്ധീകരണ സ്ഥലം ഉറപ്പാണ്, ഉറപ്പാണ്. തുടർന്ന് എന്താ വീണ്ടും കൊച്ചുത്രേസ്യ പറയുന്നത്? ഈ ഭൂമിയിലെ പീഡകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും മരണത്തിന് ശേഷം നേരെ ദൈവത്തിലേക്ക് ചെല്ലാനുള്ള കൃപകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? വീണ്ടും എന്താ പറയുന്നത്? എന്നാൽ അപ്രകാരം ലഭിക്കാത്ത വ്യക്തികൾ സമയം പാഴാക്കി എന്നും വേണം പറയാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ, സഹനങ്ങൾക്ക് വലിയ വിലയുണ്ട് ദൈവമക്കളെ. എന്താണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത്? യാതനയും സഹനവും കഷ്ടപ്പാടുമെല്ലാം പാഴാക്കി കളഞ്ഞവർ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടക്കേണ്ടി വരുന്നു. സഹനം നഷ്ടപ്പെടുത്തരുത്, സഹനങ്ങൾ പാഴാക്കരുത്. പിറുപിറുത്തും മുറുമുറുത്തും പരാതി പറഞ്ഞും പഴി പറഞ്ഞും കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങള് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഓരോ സഹനവും കൃപയായി, ലാഭമായി നമ്മൾ മാറ്റുവാൻ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൃശ്ശൂരിലെ മരത്താക്കരയിൽ ഒരു വിശുദ്ധയായ സിസ്റ്റർ ഉണ്ടായിരുന്നു, നോബട്ടമ്മ. നോബട്ടമ്മയുടെ കുഴിമാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോബട്ടമ്മയുടെ ജീവിതം അതായിരുന്നു: സഹിച്ചത് ലാഭം, സുഖിച്ചത് നഷ്ടം. സഹിച്ചത് ലാഭം, സുഖിച്ചത് നഷ്ടം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയാണ്, സഹനങ്ങൾ നഷ്ടപ്പെടുത്തിയവരെല്ലാം, സഹനങ്ങൾ പാഴാക്കിയവരെല്ലാം, സഹനങ്ങളെ തള്ളിക്കളഞ്ഞവരെ, സഹനങ്ങൾ അവഗണിച്ചവരെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ശുദ്ധീകരണ സ്ഥലം എന്നത് സമയം പാഴാക്കിയവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അടിയം തരാം പ്രവേശന കവാടമാണ്. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിത് മനസ്സിലാക്കണം. വിശുദ്ധനായ പേദ്രോപ്പിയോ ശുദ്ധീകരണ ആത്മാക്കളുമായി വിശുദ്ധന് വലിയൊരു ബന്ധം, കൂട്ടായ്മയുണ്ടായിരുന്നു. വിശുദ്ധ പേദ്രോപ്പിയോ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിൽ അനേകം ശുദ്ധീകരണാത്മാക്കൾ പങ്കെടുക്കുമായിരുന്നു. കർത്താവ് ഈ ഒരു കൃപ പ്രത്യേകമായി വിശുദ്ധനെ നൽകിയിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ആശ്രമത്തിൽ മറ്റു വൈദികരും ബ്രദേഴ്സെല്ലാം അത്താഴം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ ദേവാലയത്തിൽ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധൻ കേൾക്കുകയാണ് ചില മെഴുകുതിരിക്കാളുകൾ വീഴുന്ന ശബ്ദം. ആകെ ഒരു കലപ്പില ഒച്ച കേൾക്കുകയാണ്. പേദ്രോപ്പിയെ നോക്കുമ്പോൾ ആ സ്ഥലത്ത് ഒരു ബ്രദർ ഇങ്ങനെ വളരെ വിഷാദത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ പേദ്രോപ്പിയെ ചോദിക്കും, നീ ആരാണ്? അപ്പോൾ പറയും, ഞാൻ ഇവിടെ ഈ ആശ്രമത്തിൽ ജീവിച്ചൊരു ബ്രദറാണ്, ഞാൻ ശുദ്ധീകരണ ആത്മാവാണ്. ഈ ശുദ്ധീകരണ ആത്മാവ് എന്താ വിശുദ്ധനോട് പറഞ്ഞെന്നറിഞ്ഞു? ഞാൻ ഈ ആശ്രമത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ വലിയ വലിയ മാരക പാപങ്ങളോ കൊലപാതകങ്ങളോ ബാങ്ക് കവർച്ചകളോ ഭീകര പ്രവൃത്തികളോ അല്ലെങ്കിൽ ലോകവ്യാപകമായ അക്രമങ്ങളോ ഇതൊന്നും ചെയ്തിട്ടല്ല ദൈവമക്കളെ. എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ ചെയ്തു. എന്നാൽ ഞാൻ ചെയ്തത് ഉത്സാഹമില്ലാതെയാണ്, നിരുത്സാഹത്തോടെ, തീഷ്ണതയില്ലായ്മ, മന്ദതയോടെ, ഉത്സാഹമില്ലാതെ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്തു. പേദ്രോപ്പിയോട് പറയാണ്, 60 വർഷമായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ രക്ഷിക്കണം. പ്രിയപ്പെട്ടവർ, ഇത് ചിലപ്പോൾ നമുക്ക് കെട്ടുകഥയായിട്ട് തോന്നും, വെച്ച് കെട്ടി പറയുന്ന കാര്യങ്ങളായിട്ട് തോന്നും. അല്ല, അത് പിശാചിന്റെ ഒരു പരിപാടിയത്. കാരണം ഈ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കാനും പരിത്യാഗം ചെയ്യാനും ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കാനും തുടങ്ങിയാൽ അനേകം ആത്മാക്കള് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടും.
ഇതിലൂടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സഭ കൂടുതൽ കരുത്താർജിക്കും, ദൈവവിളികൾ വർദ്ധിക്കും, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും, വ്യക്തികളിൽ പരിശുദ്ധാത്മ തീയിറങ്ങും, സാത്താൻ അടിസ്ഥാനങ്ങൾ പൊട്ടും, അവന്റെ നുഖങ്ങൾ ഒടിഞ്ഞു പോകും, അനേക ഡെലിവറൻസിലേക്ക് വരും, മാനസാന്തരത്തിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം നമ്മളെക്കാൾ അധികം പിശാചിനറിയാം. അതുകൊണ്ട് അവൻ കൺഫ്യൂഷൻ ഉണ്ടാകും. ഇത് ചുമ്മാ പറയാണ്. നമ്മുടെ അകത്ത് ഈ വിഷം അവൻ കുത്തിവെക്കും. ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല, ഇത് ചുമ്മാ പറയാണ്, ഇതൊരു കെട്ടുകഥയാണ് എന്നൊക്കെ നമ്മളെ ധരിപ്പിക്കുമാറ് പിശാച് ചതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എൻ്റെ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരി സഹോദരങ്ങൾ. ഒരു നാളിൽ എൻ്റെ അകത്തും ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് തിയോളജി കിടപ്പുണ്ടായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് തിയോളജി. നമ്മളിങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കർത്താവ് അങ്ങനെയുള്ള ഒരു അത്ര വലിയ കർത്താവ് കരുണയല്ലേ, സ്നേഹമല്ലേ? ഇതെല്ലാം ശരിയതേ മക്കളെ. കരുണയും സ്നേഹമൊക്കെ ഈ ലോകം വിട്ട് നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ നീതിയാണ്. നീതി മാത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ മറിയ ഫൗസ്റ്റീനയുടെ കർത്താവ് പറഞ്ഞേ, എന്റെ കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ ആരൊക്കെ വിസമ്മതിക്കുന്നുവോ അവർക്കെല്ലാം എന്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ഭയങ്കരമാണ് ദൈവമക്കളെ. ഇവിടെ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പേദറിപ്പിയോ പറയണ 60 വർഷമായി ഇനി നീ ഇവിടെ വരരുത്, ഞാൻ നിനക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ വർഷങ്ങളായി കിടക്കുന്ന അനേക ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. ചെയ്ത തെറ്റെന്താ? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങള് ഉത്സാഹമില്ലാതെ ചെയ്തു, ഒരു മന്നോഷണമായി, തീഷ്ണതയില്ലാതെ ചെയ്തു. അതിൻ്റെ പേരിലെ വർഷങ്ങളായി കിടക്കുകയാണ്. കാരണം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള പൂർണ്ണതയും ശുദ്ധീകരണവും ആത്മാവിനില്ല. വിശുദ്ധ പേദ്രപ്പിയോട് തന്നെ അദ്ദേഹത്തിന് ആശ്രമത്തിലൊരു ബ്രദർ പ്രകാരം ചോദിച്ചു, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയുക? ഇത്രയും അനുഭവങ്ങളുള്ളതല്ലേ, ശുദ്ധീകരണ ആത്മാക്കളുമായി അടുത്ത ബന്ധമുള്ളതല്ലേ? കർത്താവ് പല പ്രാവശ്യം ശുദ്ധീകരണ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് തൻ്റെ കരുണയാൽ. പക്ഷെ പേദ്രിപ്പിയെ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? നിങ്ങൾ ശ്രദ്ധിച്ച് സാധിക്കുന്നവരൊക്കെ ആ സ്ക്രീനിൽ നോക്കി വായിച്ച്. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും അത്. എൻ്റെ ദൈവമേ, ശ്രദ്ധിച്ചേ നിങ്ങൾ. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് ശുദ്ധീകരണ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും ശുദ്ധീകരണം ആത്മാക്കൾക്ക് അത് അനുഭവപ്പെടുക. ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരു സിസ്റ്റർ പേദർപ്പിയോട് സിസ്റ്റർ ബിറൂളി ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, അവിടുത്തെ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചൊക്കെ അറിയാൻ സ്നേഹത്തോടെ വിശുദ്ധനോട് ചോദിക്കും, എന്താണ് അങ്ങയുടെ അനുഭവം? ഉടനെ വിശുദ്ധ പേദർപ്പിയെ പറയും, എൻ്റെ മകളെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ ഈ ഭൂമിയിലെ അഗ്നിയുടെ കിണറ്റിലേക്ക് തങ്ങളെ തന്നെ എറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം അവർക്ക് ആ അഗ്നിക്കിണർ തണുത്ത വെള്ളമുള്ള ഒരു കിണറായിരിക്കും. ഈ രാത്രിയിൽ ഇത് പറഞ്ഞ് പേടിപ്പിക്കാനല്ല ദൈവമക്കളെ, യാഥാർത്ഥ്യമാണ്. നമ്മളിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിയും ഭയം ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ അതുപോലത്തെ ഒരു ജീവിതം ഈ ലോകത്തിൽ ജീവിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓരോ ശക്തിയോടെ പറഞ്ഞേ. ഈ ലോകത്തിൽ ഞാനും അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കണം. ശുദ്ധീകരണാഗ്നി. മഹാനായ വിശുദ്ധ ഗ്രിഗറി, ഇന്നലെ തോമസ് അച്ഛൻ പറഞ്ഞില്ലേ, ഗ്രിഗോറിയൻ മാസ് അദ്ദേഹത്തിലൂടെയാണ് വരുന്നത്. വിശുദ്ധനായ ഗ്രിഗറി, അദ്ദേഹം സഭയിൽ വലിയൊരു വിശുദ്ധനാണ്, മാർപ്പാപ്പയാണ്. അദ്ദേഹം എന്താ പറഞ്ഞത് ശുദ്ധീകരണ അഗ്നിയെക്കുറിച്ച്? ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി വിധി ദിനത്തിന് മുൻപായി
ശുദ്ധീകരണ അഗ്നിയുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. വീണ്ടും ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ എന്തിനാ ചിന്തിക്കുന്നത്? നമ്മൾ വേറെ കുറെ ഇൻഫർമേഷൻ കിട്ടി പോകാനല്ല. സഭയിലെ ഈ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലൂടെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണം, അവരുടെ കാഴ്ചപ്പാട് നമ്മൾ കാണുകയാണ്. എന്തിനാ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? ഈ സത്യം തിരിച്ചറിഞ്ഞ് ഒന്ന് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ, നമുക്ക് ഒരു മരണമുണ്ടെന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള ജീവിതം ഈ ലോകത്തിൽ നയിക്കുവാൻ. രണ്ട്, സകല സഭയിലായിരിക്കും നമ്മുടെ ശുദ്ധീകരണ ആത്മാക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങളുടെ സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ അടുത്ത ദിനങ്ങളിൽ കേൾക്കും. നമ്മൾക്ക് അവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ കൃത്യമായി അത് പഠിക്കും. ഞാൻ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇന്ന് കടക്കുന്നില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ സ്തുതി. ജനോവയിലെ വിശുദ്ധ കാതറിൻ വീണ്ടും ഇപ്രകാരം പറയുകയാണ്. എന്താ പറയുന്നത്? ശുദ്ധീകരണ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ആത്മാക്കൾ നിബന്ധിക്കുന്നത്? നമ്മൾ പല രീതിയിൽ അത് കണ്ടു. എങ്കിലും വിശുദ്ധ കാതറിൻ്റെ വീക്ഷണത്തിൽ, അനുഭവത്തിൽ വിശുദ്ധ കാതറിൻ പറയാണ്, ദൈവം സൃഷ്ടിച്ചപ്പോൾ ഒരു ആത്മാവിനുണ്ടായിരുന്ന വിശുദ്ധിയും നൈർമല്യവും ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ആത്മാവിനില്ലെങ്കിൽ നരകത്തിൽ നിബന്ധിച്ചേക്കാവുന്ന ഈ ആത്മാവിന് ദൈവം താൻ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിശുദ്ധി നേടിയെടുക്കാൻ ശുദ്ധീകരണ സ്ഥലം വഴിയായി അവസരം കൊടുക്കുകയാണ്. എന്നാൽ അല്പമെങ്കിലും അപൂർണതയുടെ കറ പറ്റിയ ഒരു ആത്മാവിന് നമ്മുടെ ഭാവനയിൽ ചിന്തിക്കാനാവാത്ത വിധത്തിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനാകില്ല. അതിനാൽ ഇത്തരത്തിലുള്ള അപൂർണതകളെ ഇല്ലാതാക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഈ ആത്മാവ് സ്വയം നിബന്ധിക്കുന്നു. വിശുദ്ധയായ മറിയം, നമ്മുടെ കേരള സഭയിലെ വലിയൊരു വിശുദ്ധ നമ്മുടെ മറിയം ത്രേസ്യാമ്മ. ശുദ്ധീകരണ ആത്മാക്കളും ബന്ധമുണ്ടായിരുന്നു. എത്ര അനുഭവങ്ങളാണ്. വിശുദ്ധ ഏഫ്രസ്യ, നമ്മുടെ ഒല്ലൂര് വിശുദ്ധ ഏഫ്രസ്യാമ്മ. ഏഫ്രസ്യാമ്മയ്ക്ക് ശുദ്ധീകരണ ആത്മാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അത് പ്രത്യേകമായ ഒരു കൃപയായി കർത്താവ് കൊടുത്തതാണ്. പലപ്പോഴും വിശുദ്ധ ഏഫ്രസ്യാമ്മയുടെ മദറിനെ ആ സന്യാസ ഭവനത്തിലെ സുപ്പീരിയർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പലപ്പോഴും ഇതൊക്കെ ഒരു ഭ്രാന്തായി, ഇതൊക്കെ മനസ്സിൻ്റെ വിഭ്രാന്തികളായി ഈ സുപ്പീരിയർ കാണുകയാണ്. പലപ്പോഴും ഇത് പറഞ്ഞ് ഏഫ്രസ്യാമ്മയെ മുറിവേൽപ്പിക്കും, സംശയിക്കും, വേദനിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഇതിനുള്ള ബന്ധത്തിൽ ഇങ്ങനെ വേദനിപ്പിക്കുന്ന സമയത്ത് ഏഫ്രസ്യാമ്മ പറയും, അമ്മ എൻ്റെ അകത്ത് കൈ പിടിച്ചേ. അങ്ങനെ ഏഫ്രസ്യാമ്മയുടെ കൈ പിടിക്കുന്ന സമയത്ത് ഈ സുപ്പീരിയർ കാണുകയാണ്, ആ ചാപ്പലിൽ, ആ ദേവാലയത്തിലെ അനേക ശുദ്ധീകരണാത്മാക്കൾ വന്നിരിക്കുകയാണ്. പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് അനേക ശുദ്ധീകരണാത്മാക്കളെ ഈ സുപ്പീരിയർ കാണുകയാ. ഇത് കണ്ടപ്പോൾ ആകെ പേടിച്ചു പോയി, വരണ്ടുപോയി. ഉടനെ അമ്മ പറഞ്ഞു, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു, കൈ മാറ്റാൻ പറഞ്ഞു. കൈ മാറ്റി കഴിഞ്ഞപ്പോൾ ആ ദർശനം മാറിപ്പോയി. ഉടനെ ആ സന്യാസ ഭവനത്തിലെ സുപ്പീരിയർ, ഈ അമ്മ ഓടിച്ചെന്ന് അവിടെ യഥാർത്ഥ സമയത്തൊക്കെ അവിടെ നമുക്കറിയാം അവരെ ഉല്ലാസത്തിൻ്റെ സമയമാണ്, വർത്താനമൊക്കെ പറയുന്നൊരു സമയം. അപ്പോഴാണ് ഇങ്ങനെ വർത്തമാനം സംസാരിക്കാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷിക്കാനൊക്കെ ആ സമയത്ത് അവിടെ സാധിക്കുന്നുള്ളൂ. ഉല്ലാസ സമയമാണ്. സുപ്പീരിയർ പറയും, ഉല്ലാസം നിർത്ത്, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ വെളിപാട് കിട്ടിയപ്പോൾ, ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചുള്ള റെവലേഷൻ കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യകതയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പ്രാധാന്യം എല്ലാം കർത്താവ് അങ്ങ് മനസ്സിലാക്കി കൊടുക്കുക. ഉല്ലാസം നിർത്ത്, നമുക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയോ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നിരവധി സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ ഏറ്റവും വലിയ വേദന, പീഡ എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് കർത്താവിനെ മുഖാഭിമുഖം കാണാൻ കഴിയാത്തതാണ്. നിത്യസൗഭാഗ്യ പ്രവേശനത്തിന് സാധിക്കാത്തതാണ്. കർത്താവുമായി പൂർണ്ണമായി ഐക്യപ്പെടാൻ കഴിയാത്തതാണ് ഒരു ശുദ്ധീകരണാത്മാവിൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന ഈ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കലും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സഹനം എന്ത്? ഉടനെ
ചോദിച്ചപ്പോൾ ഒരേ സ്വരത്തിൽ അവരെല്ലാം പറഞ്ഞു, ദൈവത്തിന് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പീഡ. ദൈവത്തെ കാണുവാൻ, ദൈവത്തോട് പൂർണ്ണമായി ഐക്യപ്പെടുവാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പീഡ എന്ന് ശുദ്ധീകരണാത്മാക്കളെല്ലാം ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ പീഡ അതാണ് ദൈവമക്കളെ. ഒരു ദിവസം വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ ഒരു പീഡയുടെ അനുഭവം, വിശുദ്ധീകരണാത്മാക്കൾ അനുഭവിക്കുന്ന ഈ വേദനയുടെ ഒരു അനുഭവം വ്യക്തിപരമായി നമ്മുടെ കർത്താവ് വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് നൽകുകയാണ്. അപ്പോൾ വിശുദ്ധയ്ക്ക് മനസ്സിലായി, ഒരു ശുദ്ധീകരണാത്മാവ് എന്തുമാത്രം ഞാൻ ഇങ്ങനെ ഈ പീഡ, ഈ ലോകത്തിൽ ഇതുപോലൊരു പീഡ അനുഭവിക്കുന്നുവെങ്കിൽ, കർത്താവിനെ കാണുവാൻ, കർത്താവിനോട് ഐക്യപ്പെടുവാൻ ഇതുപോലൊരു പീഡ അനുഭവിക്കുന്നുവെങ്കിൽ, ശുദ്ധീകരണാത്മാക്കൾ അവർ അനുഭവിക്കുന്ന പീഡ എത്രയോ കഠിനമായിരിക്കും. ആ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയ്ക്ക് കർത്താവ് ബോധ്യം കൊടുക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സഭാപിതാക്കന്മാരുടെ, വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. സഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ ജത്രൂത്ത്. കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തോടും ശുദ്ധീകരണ ആത്മാക്കളോടും വലിയ ഭക്തിയും സ്നേഹവുമായിരുന്നു. ദ ഗ്രേറ്റ് എന്നാണ് സഭ പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നതാണ്. മഹതി എന്നാണ് പറയുന്നത്. സഭയിൽ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ ജത്രൂത്ത്. പക്ഷെ ജത്രൂത്ത് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി. പെട്ടെന്ന് 40 വർഷം മുമ്പ് മരിച്ചുപോയൊരു ആത്മാവിനെ കാണിച്ചു കൊടുത്തു. പക്ഷെ ജത്രൂത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്, സഭയിലെ ഒരു ചെറിയ പ്രാർത്ഥനയുടെ ഫലം പോലും ഈ ആത്മാവിന് സ്വീകരിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ പീഡയാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഈ ആത്മാവ് അനുഭവിക്കുന്നത്. കർത്താവ് അത് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഈശോ പറഞ്ഞു, അതിൻ്റെ കാരണം ഇവൻ ഒരു വലിയ പട്ടാളക്കാരനൊന്നും, ഇവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വളരെ ധിക്കാരിയും അഹങ്കാരിയുമായി ജീവിച്ചു. അനുതാപം മാനസാന്തരം ഇല്ല. വളരെ വലിയ അഹങ്കാരിയും ഗർവിലും ധിക്കാരത്തിലും ഇവൻ ജീവിച്ചു. പക്ഷെ മരിക്കുന്നതിനേക്കാൾ തൊട്ട് മുൻപ് തൻ്റെ ജീവിതത്തെ ഓർത്ത് അവൻ പെട്ടെന്ന് ചെറിയൊരു അനുതാപം അവനുണ്ടായി. ഈ അനുതാപമായിരുന്നു നരകത്തിൽ നിബന്ധിക്കുന്നതിൽ നിന്ന് ഈ ആത്മാവിനെ തടഞ്ഞത്. കർത്താവ് അവിടെ ഇടപെടുകയാണ്. വിശുദ്ധ ജത്രൂത്ത് തീരുമാനമെടുത്തു, ഈ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്ത് സഹനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഈ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട്, അങ്ങയുടെ പ്രാർത്ഥന എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അനേകം ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഒത്തിരി റെവലേഷൻ കർത്താവ് കൊടുത്തിട്ടുള്ളതാണ്. സഭയിലെ വലിയൊരു വിശുദ്ധയാണ്. അങ്ങനെ വിശുദ്ധ ജത്രൂത്തിനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് നമ്മളെല്ലാവരും ബൈഹാർട്ട് പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അനേകർക്ക് ഈ പ്രാർത്ഥന അറിയാം. നമ്മുടെ ഷെക്കേന ന്യൂസിലെ ദിവസത്തിൽ പല പ്രാവശ്യവും ഈ പ്രയർ അത് പ്രത്യേകം ഈശോ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഈ ചാനലൊക്കെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ കർത്താവിൽ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട സമർപ്പിതർ, വൈദികരെ എല്ലാം നമ്മൾ ഈ പ്രാർത്ഥന ഇത് കൃത്യമായി പഠിച്ച് നമ്മളിത് ദിവസത്തിൽ പല പ്രാവശ്യവും നമ്മൾ വിശ്വാസത്തോടെ ഒരുക്കത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് അത് ചൊല്ലുകയാണ്. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യ ബലികളോടും ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും
ആത്മാക്കൾക്ക് വേണ്ടിയും എല്ലാ ആത്മാക്കൾക്ക് ലോകം മുഴുവനിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും സകല പാപികൾക്ക് വേണ്ടി തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ, 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 ആമേൻ. ഇപ്പൊ നമ്മൾ വിശ്വാസത്തോടെ ചൊല്ലി 1000 ശുദ്ധീകരണാത്മാക്കളെ ഈ സമയം ഈശോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഇത് വിശുദ്ധ ജത്രൂത്തിനെ കർത്താവ് പ്രത്യേകമായി നൽകിയ വാഗ്ദാനമാണ് ദൈവമക്കളെ. ഇത് ദിവസത്തിൽ പല പ്രാവശ്യം ചൊല്ലി നമ്മൾ ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പേരെ നിങ്ങളിതിൽ പങ്കെടുപ്പിക്കണം. മാതാപിതാക്കളും മക്കളും എല്ലാം ഒരുമിച്ച് കുടുംബമായി നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ചേരണം. ദേശത്തിൻ്റെ പല ഭാഗങ്ങൾ, നമ്മുടെ ബന്ധുമിത്രങ്ങൾ, പരിചയക്കാർ, നമ്മുടെ സ്നേഹിതർ, ഇവരെല്ലാം നമ്മൾ ഈ ഒരു ഷെക്കേന ന്യൂസിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾ അനേകരുടെ ഇത് പറയണം. മറ്റൊന്നിനു വേണ്ടിയിട്ട്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് ആഴമേറിയ ബോധ്യം കിട്ടാൻ. ഇനി തുറന്നു വരുന്ന 6 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം, എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? എല്ലാ ആത്മാക്കളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. നമ്മുടെ കുറേ സംശയങ്ങൾ, ഇതൊക്കെ നമുക്ക് കൃത്യമായി നമുക്ക് ഈ തുറന്നു വരുന്ന ദിനങ്ങളിൽ ഈശോ നമ്മളെ ബോധ്യപ്പെടുത്തും. കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണം. മറ്റൊരു കാര്യം, നവംബർ 6-ാം തീയതി നമുക്കറിയാം, കഞ്ചിക്കോട് റാണി ചേച്ചിക്ക് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി വന്ന അതിന് 25-ാമത്തെ വാർഷികമാണ്, ജൂബിലി വർഷം. ശനിയാഴ്ച നവംബർ 6-ാം തീയതി 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഷെക്കേന ന്യൂസിൽ അത് ലൈവായിട്ട് കഞ്ചിക്കോട് നടക്കുന്ന ജപമാല പ്രാർത്ഥന, ആരാധന ശുശ്രൂഷകൾ, വിശുദ്ധ കുർബാന അത് ലൈവായി അവിടെ ബഹുമാനപ്പെട്ട അബ്രാം കടിയക്കുഴിയച്ചനും റാണി ചേച്ചിയും മറ്റു വന്യ വൈദികരെല്ലാം കൂടി നടത്തുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ദിക്കിലായിരുന്നാലും നമ്മൾ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. ഷെക്കേന ന്യൂസ് നമ്മുടെ ടെലിവിഷനിലും ഷെക്കേനയുടെ യൂട്യൂബ് ചാനലിലും ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അനേകരോട് പറയണം, നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ താല്പര്യപ്പെടുകയാണ്. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് സ്നേഹത്തോടെ പ്രവേശിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി, അല്പം ത്യാഗത്തോടെ മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഈശോയെ, ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ പരിശുദ്ധ കുർബാനയെ ദിവ്യകാരുണ്യമേ സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കർത്താവിൻ്റെ സന്നിധിയിലെ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ഇരു കരങ്ങളെ യാചനാപൂർവ്വം നമുക്ക് നീട്ടിപ്പിടിക്കാം. ശുദ്ധീകരണ സ്ഥലം കെട്ടുകഥയല്ല, ശുദ്ധീകരണ ആത്മാക്കൾ ഒരു കടങ്കഥയല്ല, അത് വലിയ യാഥാർത്ഥ്യമാണെന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിലൂടെയും എല്ലാം നമ്മൾ വിശുദ്ധാത്മാക്കളുടെ സാക്ഷ്യത്തിലൂടെ എല്ലാം നമ്മൾ അത് കാണുകയും കേൾക്കുകയുമായിരുന്നു. ശുദ്ധീകരണ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പീഡ എന്ന് പറയുന്നത്. പീഡകളിൽ ഒന്ന്, അവർക്ക് അനുതപിക്കാനോ മാനസാന്തരപ്പെടുവാനോ സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുവാൻ ഒന്നും അവർക്ക് സാധ്യമല്ല. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പരിത്യാഗങ്ങളും നമ്മുടെ സഹനങ്ങളും നമ്മുടെ പ്രാശ്ചിത്ത പ്രവൃത്തികളും നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളും നമ്മുടെ പരിശുദ്ധ ജപമാല പ്രാർത്ഥനകള്, ദൈവകരുണയുടെ ജപമാല കുരിശിന്റെ വഴികള്, നമ്മുടെ സൽപ്രവൃത്തികള്, ഇതിലൂടെ എല്ലാവരുടെ കടങ്ങൾക്ക് പൊറുതി കർത്താവ് കൊടുക്കുകയാണ്. ഈ സമയം കരങ്ങൾ യാചനാപുറം തുറന്നു പിടിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭാര്യ, ഭർത്താവ്, ഒത്തിരി പേര്, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, മക്കള് ഈ കോവിഡ് കാലത്ത് അപ്രതീക്ഷിതമായി മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കള്, ഇപ്പോഴും മരണത്തിന്റെ വേർപാടിന്റെ ദുഃഖവും പേറി ജീവിക്കുന്ന അനേകരെ ശുശ്രൂഷയിൽ കർത്താവിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. എൻ്റെ ഭർത്താവ് മരിച്ച് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും എൻ്റെ ഭാര്യയുടെ വേർപാട് എനിക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രത്യാശയില്ലാത്തവരെ പോലെ നമ്മൾ മരിച്ചവരെ ഓർത്ത് വിലപിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണത്. കർത്താവിൻ്റെ കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകളോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. അപകടത്തിൽ മരിച്ചു പോയവരെ, യുദ്ധത്തിൽ മരണപ്പെട്ടവരെ, പലവിധ വിനാശങ്ങളിലൂടെ മരണപ്പെട്ടവരെ, മാരാരോഗങ്ങൾ മൂലം മരണപ്പെട്ടവരെ, ഇങ്ങനെ വിവിധങ്ങളായ കാരണങ്ങളിലൂടെ ഈ ലോകം വിട്ട് യാത്ര നിത്യതയിലേക്ക് പോയവരെ, ഇന്ന് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകുന്നവരെ, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ആരൊക്കെയപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്രകാരം പോകുന്ന എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി, നമ്മൾ പ്രാർത്ഥിക്കാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിൽ ഏറ്റവും പ്രാർത്ഥന ആവശ്യമുള്ള ആത്മാക്കൾക്ക് വേണ്ടി, പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിലെ ദിവ്യകാരുണ്യയുടെ മുൻപിൽ ഞാനും നിങ്ങൾ മുട്ടുമടക്കി ശംഖുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, കടങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ, കടങ്ങൾ ഇളയിച്ചു കൊടുക്കണമേ. നമ്മൾ വചനത്തിലൂടെ കണ്ടു, അവസാനത്തെ ചില്ലി കാശ് കൊടുത്തു വീട്ടുന്നത് വരെ നീ അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന്. അവസാന തുട്ട് കൊടുത്ത് വീട്ടുന്നത് വരെ നിനക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ സാധ്യമല്ല എന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ പ്രാർത്ഥിക്കാം. ശുദ്ധീകരിക്കണമേ എന്നുള്ള ഈരടിപ്പാടി നമ്മളെല്ലാം കരങ്ങൾ അല്പം കുരിശാകൃതി വിരിച്ചു പിടിക്കുക. സാധിക്കുന്നവർക്ക് വിരിച്ചു പിടിക്കുക, ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ കുരിശാകൃതി വിരിച്ചു പിടിച്ച് പ്രിയപ്പെട്ട നമ്മുടെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നിലവിളിച്ച് നമ്മൾ ഒരുമിച്ച് ആ വരികൾ പാടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണമേ ഇവരെ, ശുദ്ധീകരിക്കണമേ ഓരോ ശുദ്ധീകരണാത്മാവിനെയും കർത്താവേ, അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഒരു നിമിഷം കരങ്ങളെല്ലാം സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി നിൽക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ കരങ്ങൾ കടഞ്ഞു, ഇതൊക്കെ കാഴ്ച വെക്കണം. ഈ കാഴ്ചകളാണ് അവരുടെ മോക്ഷപ്രാപ്തി. കർത്താവിന്റെ കുരിശിലെ ബലിയോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഓരോ സഹനവും പ്രാർത്ഥനയും പരിത്യാഗവും പ്രാശ്ചിത്തവും രക്ഷാകരമായി തീരുകയാണ്. ഈശോയെ, നമ്മൾ ദിവ്യകാരുണ്യ ഈശോയെ നോക്കി ശുദ്ധീകരണാത്മാക്കളുടെ പ്രത്യേക ലുത്തിനിയ
സാധിക്കുന്നവരൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ശുദ്ധീകരണാത്മാക്കളുടെ നൊവേനകൾ ചൊല്ലണം. ശുദ്ധീകരണാത്മാക്കളിൽ ഒത്തിരിയെ ചൊല്ലണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അവരെ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ കോവിഡൊക്കെ കുറക്കെ കുറഞ്ഞില്ലേ? ഈ ഒരു ട്രഡീഷൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു പാരമ്പര്യവും നമുക്ക് കൈമോശം വന്നുപോയ ഈ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഇതൊക്കെ സഭയിൽ വീണ്ടും ശക്തമായാൽ നമ്മുടെ കുടുംബങ്ങൾ തകരില്ല, നമ്മുടെ മക്കൾ വഴിവിട്ടു പോവുകയില്ല, നമ്മുടെ സമൂഹങ്ങൾക്ക് തളർച്ചയുണ്ടാവുകയില്ല. ഈശോ 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 സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നമുക്ക് ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ശുദ്ധീകരണാത്മാക്കൾക്കുള്ള പ്രത്യേകമായ ലുത്തനിയാണ്. ഓ യേശുവേ, മനുഷ്യകുലം മുഴുവൻ രക്ഷിക്കപ്പെട്ട് നിത്യ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അങ്ങ് സഹിക്കുകയും മരിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും ആത്മാക്കളുടെ മേൽ ഇനിയും കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷ കേട്ടുകൊള്ളണമേ. ഓരോ പ്രാർത്ഥനയ്ക്ക് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്, പരിത്യാഗമെടുത്ത്. ഓരോ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി യേശുവേ കരുണയുണ്ടാകണമേ എന്ന് ഏറ്റുപറയുക. എല്ലാവരും ഏറ്റുപറഞ്ഞ് യേശുവേ കരുണയുണ്ടാകണമേ, യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും എൻ്റെ അടുത്ത ബന്ധുക്കളുടെയും യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എൻ്റെ തലതൊട്ടപ്പൻ്റെയും തലതൊട്ട അമ്മയുടെയും യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എൻ്റെ ആത്മീയും ഭൗതികവുമായ ഉപകാരികളുടെ യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുടെയും അയൽക്കാരുടെയും യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന സ്നേഹം കൊണ്ടും ഉത്തരവാദിത്വം കൊണ്ടും എൻ്റെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരുടെയും യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എന്നിലൂടെ നഷ്ടമോ നാശമോ സഹിച്ചിട്ടുള്ള എല്ലാ ആത്മാക്കളുടെ യേശുവേ കരുണയുണ്ടാകണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന അങ്ങയുടെ പ്രത്യേകമായ വാത്സല്യത്തിന് പാത്രമായ എല്ലാ ആത്മാക്കളുടെയും യേശുവേ കരുണയുണ്ടാകണമേ. അങ്ങയുടെ ഏറ്റവും ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളുടെ യേശുവേ കരുണയുണ്ടാകണമേ. ഏറ്റവും വലിയ സഹനങ്ങൾ അനുഭവിക്കുന്നവരുടെ മേൽ, ആരാലും ഓർമ്മിക്കപ്പെടാത്ത ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മോചനം അതിവിദൂരത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സഭയുടെ ശുശ്രൂഷകളിലൂടെ അർഹത നേടിയെടുത്ത ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഇപ്പോൾ അനാഥരായി മാറിക്കൊണ്ടിരിക്കുന്ന ധനികരായിരുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഇപ്പോൾ ശക്തിഹീനരായിരിക്കുന്ന എന്നാൽ ശക്തരായിരുന്ന ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഒരിക്കൽ ആത്മീയ അന്ധതയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ തങ്ങളുടെ വിഡ്ഢിത്തത്തെ കാണുന്ന എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. നിഷ്പ്രയോജനമായി അലസതയിൽ സമയം ചെലവഴിച്ച എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സ്വർഗത്തിലെ നിധി അന്വേഷിക്കാതെ പോയ പാവപ്പെട്ട എല്ലാ ശുദ്ധീകരണ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. പ്രാർത്ഥനയ്ക്ക് അല്പം സമയം മാത്രം ചെലവഴിച്ച് പ്രാർത്ഥന നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സൽപ്രവർത്തികൾ ചെയ്യുന്നത് അവഗണിച്ച് ഉദാസീനരായ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അടുക്കൽ കുദാശ സ്വീകരിക്കുന്നതിന് അവഗണിച്ച് കളഞ്ഞ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യേശുവേ, 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 കർത്താവിന്റെ പാപപരിഹാര ബലിയോട് ചേർത്ത് വെച്ച് കർത്താവിനെ വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശുദ്ധീകരിക്കണമേ ഇവരെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ നീറക്കി ശുദ്ധീകരിക്കണമേ.
നമ്മുടെ കരങ്ങൾ കുരിശാൽ വിരിച്ച് പിടിച്ച് നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു. അത്ഭുതവര പ്രസാദത്തോട് തങ്ങളുടെ രക്ഷയ്ക്ക് കടപ്പെട്ടിരിക്കുന്ന തർക്കദോഷങ്ങൾ അകപ്പെട്ടു പോയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. തങ്ങൾക്ക് വരമേൽപ്പിക്കപ്പെട്ടവരുടെ രക്ഷയ്ക്കായി ഉത്സാഹിക്കാതിരുന്ന അധികാരികളായിരുന്ന ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ലൗകിക സമ്പത്തും സന്തോഷവും ആർജിക്കുവാൻ ശ്രമിച്ച എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. തങ്ങളുടെ സമ്പത്തും കഴിവും ദൈവ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാൻ പരാജയപ്പെട്ട എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മറ്റുള്ളവരുടെ മരണത്തിന് സാക്ഷിയായി നിൽക്കുകയും എന്നാൽ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്ത ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മെത്രാന്മാരുടെയും അവരുടെ ഉപദേശകരുടെയും മേലായിരിക്കുന്ന എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കത്തോലിക്ക സഭയിലെ എല്ലാ വൈദിക സമർപ്പിത ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. യുദ്ധകളത്തിൽ മരിച്ചുപോയ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കടലിൽ മരിച്ചുപോയ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. ഹൃദയാഘാതം മൂലം മരിച്ചുപോയ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. പകർച്ചവ്യാധികൾ മഹാമാരികൾ മൂലം മരണപ്പെട്ടു പോയ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. മാരക രോഗങ്ങൾ മൂലം മരണപ്പെട്ടു പോയ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അപകടങ്ങളിലൂടെ മരിച്ചുപോയ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. സഭയുടെ അന്ത്യ കുദാശകൾ സ്വീകരിക്കാനാകാതെ പെട്ടെന്ന് മരിച്ചുപോയ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. അങ്ങയുടെ നീതി സിംഹാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ എന്റെ പാവപ്പെട്ട ആത്മാവിന്റെ മേൽ യേശുവേ കരുണയുണ്ടാകണമേ. കരമുയർത്തി വിളിക്കുന്നു ഈശോയെ. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ. ഇത്തരത്തിലുള്ള എല്ലാ ആത്മാക്കളുടെ മേൽ ഇതുപോലെ എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കൃപയൊഴുക്കണമേ. യേശുവേ, യേശുവേ, യേശുവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് കരങ്ങൾ ദിവ്യകാരുണ്യീശോയുടെ സന്നിധിയിൽ കരങ്ങൾ പരസ്പരം കോർത്ത് പിടിച്ച് ശുചിത്രൂത്തിനെ നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഗാനരൂപത്തിൽ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ള എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം, ജപമാല, ദൈവകരുണയുടെ പ്രാർത്ഥനകൾ, കുരിശിൻ്റെ വഴി, നമ്മുടെ പരിത്യാഗ പ്രവർത്തികൾ, നമ്മുടെ കൊച്ചു കൊച്ചു സഹനങ്ങൾ, ത്യാഗങ്ങൾ, പ്രായശ്ചിത്ത പ്രവർത്തികളെല്ലാം ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ നിത്യ സൗഭാഗ്യ പ്രവേശനത്തിനായി നമ്മൾ കാഴ്ചവെക്കുക. കരങ്ങൾ കോർത്ത് പിടിച്ച് സഭയുടെ സകല സമ്പന്നതകളോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ഈ വരികൾ പാടി പ്രാർത്ഥിക്കുകയാണ്. നിത്യനാകും ദൈവമേ തൻ പുത്രനും എൻ കർത്തനും ഏകരക്ഷകനുമാകുമേശു ക്രിസ്തുവിൻ രക്തം ഇന്ന് ലോകമെങ്ങും അർപ്പിച്ചിടും ബലികളും ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്കും ലോകത്തിലെ പാപികൾക്കും തിരുസഭയിലും കുടുംബത്തിലും തലമുറയിലുള്ള സകല പാപികൾക്കായി ദാസരിത കാഴ്ചവെക്കുന്നു. സകല പാപികൾക്കായി ദാസരിത കാഴ്ചവെക്കുന്നു. തുറന്നു വരുന്ന ദിനങ്ങളിൽ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. ഒരു നിമിഷം എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിനെ കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒരുപാട് നമ്മുടെ പ്രാർത്ഥനകളാണ് ഈ മാധ്യമ ശുശ്രൂഷയെ നിലനിർത്തുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്.
കർത്താവ് വിശ്വസ്തയോടെ ഈ മാധ്യമ ശുശ്രൂഷയെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാർത്ഥന കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റു പല വിധത്തിലും ഈ മിഷനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വലത് കരമുയർത്തിയൊരു നിമിഷം ഈ മാധ്യമ ശുശ്രൂഷയെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ചു കൊണ്ടൊരു നിമിഷം നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പ്രബോധിക്കണമേ. കർത്താവേ, നീ സംരക്ഷിക്കണമേ, നീ പരിപാലിക്കണമേ. ഈ മാധ്യമ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുക, ഇതിനെ സാമ്പത്തികമായി സഹായിക്കുക, മറ്റു പലവിധത്തിൽ സപ്പോർട്ട് ചെയ്യുക. കർത്താവേ, അനേകരെ അവിടുന്ന് ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord, protect, anoint us, anoint us. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമുക്ക് ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, 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 കരുണ ചൊരിയണമേ, കരുണ വർഷിക്കണമേ, കരുണ വർഷിക്കണമേ, കരുണ ചൊരിയണമേ. പരിശുദ്ധനാകുന്നു ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ബലവാനേ ഞങ്ങൾക്ക് ബോധ്യങ്ങൾ നൽകിയതിനായി, ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായി. ഈശോ, 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 ഈശോയേ, 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 ഈശോയേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.